ഏപ്രിൽ 30 ഇന്ന് അക്ഷയ തൃതീയ. ഈ ദിനത്തിൽ പലവിധത്തിലുള്ള മാറ്റങ്ങൾ, ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമെല്ലാം ചേർന്ന് വരുന്നു. ഏറ്റവും ശുഭകരമായ ദിവസത്തിൽ ഒന്നായാണ് ഈ ദിനത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഈ ദിനങ്ങളിൽ പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും വീട്ടിൽ ഐശ്വര്യം, പോസിറ്റീവ് ഊർജ്ജം എന്നിവയെല്ലാം തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്നു. വീടിൻ്റെ ഊർജ്ജം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കാണ് അക്ഷയ തൃതീയ മാറുന്നത്. എന്നാൽ ഈ ദിനത്തിൽ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നേട്ടങ്ങളും കൊണ്ടുവരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനായി വാസ്തുപ്രകാരം അക്ഷയ തൃതീയയ്ക്ക് മുന്നോടിയായി ചില കാര്യങ്ങൾ ഒഴിവാക്കണം. തകർന്നതോ പൊട്ടിയതോ ആയ വസ്തുക്കൾ, ഒരു കാരണവശാലും വീട്ടിൽ തകർന്നതോ പൊട്ടിയതോ ആയ വസ്തുക്കൾ സൂക്ഷിക്കരുത്. പ്രത്യേകിച്ച് കണ്ണാടികൾ പോലുള്ളവ പൊട്ടിയതെങ്കിൽ അത് നിർബന്ധമായും വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ വീട്ടിലേക്കുള്ള പോസിറ്റീവ് സമൃദ്ധിയെ തടയുകയും നെഗറ്റീവ് ഊർജ്ജം നിറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം വസ്തുക്കൾ നിർബന്ധമായും വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കണം. ഉണങ്ങിയ ചെടികൾ, ഒരു കാരണവശാലും വീട്ടിൽ ഉണങ്ങിയ ചെടികൾ സൂക്ഷിക്കരുത്. ഉണങ്ങിയതോ ചീഞ്ഞതോ ആയ ചെടികളുണ്ടെങ്കിൽ അവ ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം അത് കൂടുതൽ വെല്ലുവിളികളിലേക്ക് എത്തിക്കുന്നു. പോസിറ്റീവ് മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതിന് ഈ മാറ്റങ്ങൾ അനിവാര്യമാണ്. അതല്ലെങ്കിൽ ചെടികൾ ഉണങ്ങാതെയും കരിയാതെയും നോക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കുക. ഉപയോഗിക്കാത്തതോ കീറിയതോ ആയ വസ്ത്രങ്ങൾ, പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു കാര്യമാണിത്. ഉപയോഗിക്കാതെയോ അല്ലെങ്കിൽ കീറിയതായ വസ്ത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നതും ധരിക്കുന്നതും നല്ലതല്ല. ഇത് മോശം ഊർജ്ജം വഹിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഊർജ്ജത്തിന് വേണ്ടി നിങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയും അത് ദാനം ചെയ്യുകയും ചെയ്യാം. ഇതെല്ലാം മോശം ഫലങ്ങളെ പ്രതിരോധിക്കുന്നു. കാലഹരണപ്പെട്ട മരുന്നുകൾ, പലപ്പോഴും പലരും സൂക്ഷിച്ചു വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ഒന്നാണ് കാലഹരണപ്പെട്ട മരുന്നുകൾ. ഇവ സൂക്ഷിച്ചു വയ്ക്കുന്നത് നിങ്ങൾക്ക് മോശം ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഫലമായി പലപ്പോഴും അനാരോഗ്യവും ജീവിതത്തിൽ തടസ്സങ്ങളും ഉണ്ടാകുന്നു. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ വാസ്തുപ്രകാരം ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു കാര്യം തന്നെയാണ്. തുരുമ്പിച്ചതോ പ്രവർത്തിക്കാത്തതായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, പലപ്പോഴും ക്ലോക്ക്, വാച്ചുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് തകരാറുകൾ സംഭവിച്ച വസ്തുക്കൾ എന്നിവ വീട്ടിൽ സൂക്ഷിക്കുന്നതും വാസ്തുപ്രകാരം നല്ലതല്ല. വാസ്തുപ്രകാരം ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അക്ഷയ തൃതീയ ദിനത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയം ഇവയെല്ലാം നീക്കം ചെയ്യുന്നത് വഴി നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും, സമൃദ്ധിയും സന്തോഷവും നിറയും, ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുകയും ചെയ്യുന്നു. കഠിനദോഷങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. പലപ്പോഴും ജീവിതത്തിലെ സമാധാനം മുഴുവൻ ഇല്ലാതാവുന്ന അവസ്ഥയാണ് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവയെല്ലാം തന്നെ പൂർണ്ണമായും വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നത് എന്തുകൊണ്ടും ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും വർദ്ധിപ്പിക്കുന്നു.